റംസാൻ ഈസ്റ്റർ വിപണി അടുത്തതോടുകൂടി താറാവിന് വലിയ തോതിൽ ഒരു വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ജീവനോടുകൂടിയുള്ള താറാവിന് 250 രൂപ മുതൽ 300 രൂപയിൽ താഴെ ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 350 രൂപയ്ക്ക് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രസ് ചെയ്ത താറാവിന് 450 രൂപയ്ക്ക് മുകളിലാണ് വില. ഈ പറയുന്ന വരും ദിവസങ്ങളിൽ താറാവ് വില 500 രൂപയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വിലവർധനം ഉണ്ടായിട്ടും കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും നൂറുകണക്കിനായ താറാവ് കൃഷിയെ ഉപജീവന മാർഗമാക്കിയ കർഷകർക്ക് അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം കിട്ടുന്നില്ല. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവ വികാസം എന്ന് പറയുന്നത്, മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തുടർച്ചയായി പക്ഷിപ്പനി ഇവിടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഈ പറയുന്ന താറാവ്, കോഴി ഉൾപ്പെടെയുള്ള വളർത്തു പക്ഷികളെ വളർത്തുന്നതിനുള്ള ഒരു നിരോധനം ഉണ്ടാക്കിയിരുന്നു. ഇത് 2024 ഈ നിരോധനം ഇവിടെ അവസാനിച്ചതാണ്. എന്നാൽ അതിനുശേഷവും പുതുതായി ഈ മേഖലകളിലേക്ക് ഇവിടെ താറാവ് വളർത്തുന്നതിനുള്ള ഒരു അന്തരീക്ഷം മൃഗസംരക്ഷണ വകുപ്പ് ഉണ്ടാക്കി കൊടുത്തില്ല. എന്നാൽ ഇത്തരത്തിൽ ഇവിടെ നിരോധനം ഉണ്ടാകുമ്പോഴും അന്യ സംസ്ഥാനത്ത് നിന്നും ഇവിടേക്ക് താറാവുകളെ വ്യാപകമായി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടുത്തെ പക്ഷിപ്പനി നിയന്ത്രിക്കാനായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് ഇത്തരത്തിലൊരു നിരോധനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ പൂർണ്ണമായ താറാവുകൾ വളർത്താത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാക്കേണ്ടത്. എന്നാൽ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇവിടുത്തെ താറാവ് ഇറച്ചിക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടാകാൻ കാര്യം നമ്മുടെ തനത് താറാവുകളായ നാടൻ താറാവുകളുടെ ഇറച്ചിയുടെ രുചിയാണ്. അതുകൊണ്ടാണ് ഈ താറാവിന് ഇത്ര വലിയ തോതിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്ന താറാവ് ഇറച്ചിയെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ള രുചിയോ ഗുണമോ ഒന്നുമില്ല. ഇപ്പോൾ ഈ വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഇവിടുത്തെ കർഷകരുടെ ആശങ്ക, ഇനിയിപ്പോൾ നിരോധനം മാറി വന്നാൽ മാത്രമേ കർഷകർക്ക് ഇനി താറാവ് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റൂ. ഈ അന്യ സംസ്ഥാന ലോബിയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഇവിടുത്തെ വലിയ തോതിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന നാടൻ താറാവ് വിപണിയെ തകർക്കുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക ഇവിടുത്തെ കർഷകർക്ക് ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നിരോധനം വന്നതോടുകൂടി അപ്പർ കുട്ടനാട്ടിലെയും കർഷകർക്ക് താറാവുകളെ വളർത്താൻ സാധിച്ചില്ല. കാര്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന നിരോധന കാലാവധി കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഇവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പിന് ഇവിടുത്തെ കർഷകർക്ക് ഈ മേഖലയിലേക്ക് താറാവ് കൃഷിയിലുള്ള കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികളല്ല അവരെടുത്തത്. ഫലത്തിൽ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മൃഗസംരക്ഷണ വകുപ്പ് എടുത്ത ഈ പറയുന്ന വളർത്തുപക്ഷികളെ വളർത്തുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തിയതിൻ്റെ നേട്ടമുണ്ടാക്കിയത് അന്യ സംസ്ഥാന ലോബിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടുത്തെ താറാവ് കൃഷിയെ, ഇവിടുത്തെ തനതിനങ്ങളായ താറാവുകളെ വലിയ തോതിൽ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കണം. അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഈ രുചി കുറഞ്ഞ താറാവുകൾ വലിയ തോതിൽ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്, അതിന് പ്രധാന കാരണം ഇവിടുത്തെ സർക്കാർ ഹാച്ചറികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കർഷകർക്ക് ഇനി താറാവും കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ പോലും അന്യ സംസ്ഥാന ലോബിയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടാക്കും. തികഞ്ഞ അവഗണന നേരിടുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ താറാവ് കർഷകർ. അവരെ സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം.